നമ്മുടെ പ്രിയങ്കരനായ റോൺ വി റോയ് ആരംഭിച്ചിരിക്കുന്ന എഫാത്ത എന്ന പ്രോഗ്രാം നമുക്ക് എത്രയോ ആശ്വാസവും സഹായവുമാണ്. വചനം വായിക്കുവാൻ പ്രചോദനം നൽകുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ ഈ സംരംഭം. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ പാഠം നാം മറന്നു പോകരുത്. ആരാണ് ബുദ്ധിമാനായ മനുഷ്യൻ? ആ ബുദ്ധിമാനായ മനുഷ്യൻ പാറമേൽ വീട് പണിത വ്യക്തിയാണ്. പാറ എന്താണ്? വചനം. വചനം വായിക്കുക, വചനം പഠിക്കുക നമുക്ക് വലിയ ഉത്തരവാദിത്വമാണ് ഉള്ളത്. യെശയ്യായുടെ പ്രവചനം 50-ാം അധ്യായം 4-ാം തിരുവചനം വായിക്കുക. ഓരോ പ്രഭാതത്തിലും ഒരു ശിഷ്യനെ എന്ന പോലെ അവൻ എൻ്റെ കാതുകൾ ഉണർത്തി. ഒരു ശിഷ്യനെ എന്ന പോലെ അവൻ എന്നെ പരിശീലിപ്പിച്ചു. അതായത് വചനം വായിക്കുമ്പോൾ ഒരു ശിഷ്യന് ഗുരുവിനെ പരിശീലിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ പരിശീലിപ്പിക്കും. വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, വളരുക. വചനം വായിക്കുമ്പോൾ ദൈവം വലിയ അനുഗ്രഹങ്ങൾ, കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഏറ്റവും കുറഞ്ഞ ഒരിക്കലെങ്കിലും മുഴുവനും ബൈബിൾ വായിക്കുക എന്ന വലിയ സംരംഭമാണ് ഇതിന്റെ പിന്നിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലല്ല, എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിക്കുവാൻ നിങ്ങൾ മാറ്റിവെക്കണം ഞാൻ അഭ്യർത്ഥിക്കുക. അതിന് പ്രചോദനം നൽകുകയാണ് നമ്മുടെ പ്രിയങ്കരനായ റോണി. ഈ എഫാത്ത നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. നമുക്ക് തീരുമാനമെടുക്കാം. ഞാൻ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ വചനം വായിക്കും. വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റോണിയെയും കുടുംബാംഗങ്ങളെയും നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.